അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന ദുറൂസുൽ ഇഹ്സാൻ 3-ാം ക്ലാസ് മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും, ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങള്, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. അഥവാ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾക്ക് യോജിച്ച ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാം. ഒന്ന്, ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്ത് വേണം, അത് എവിടെ വന്നു എന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 12 3-ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന് ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. 2, വരുന്ന രണ്ടാമത്തെ ഒരു പാട്ടിലെ വരി പൂരിപ്പിക്കാനുള്ളതാണ്. പേജ് നമ്പർ 10 വിരുന്നു കാരവ റഹ്മത്താണ്, നാശയം എന്തൊരു സന്ദേശം, അത് പൂരിപ്പിക്കാം. പിന്നെ 3, അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇഷ്ടമാണ്. അള്ളാഹുക്കും റസൂലിനും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്പർ 4 രണ്ടാമത്തെ വരി, കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂലിനും വലിയ ഇഷ്ടമാണ്. പിന്നെ 4, ഈമാന്റെ ഭാഗമാണ്. നമ്പർ 10 2-ാം പാരഗ്രാഫില് 3-ാമത്തെ വരി, അതിഥികളെ ആദരിക്കൽ ഈമാന്റെ ഭാഗമാണ്. രണ്ടാമത്തെ പൂർത്തിയാക്കാം. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. പേജ് നമ്പർ 11 പ്രത്യേകം ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള പേജ് നമ്പർ 12 രണ്ടാമത്തെ വരിയിലുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. 3, അള്ളാഹുവിൽ അന്ത്യനാളിൽ വിശ്വസിക്കുന്നവൻ അവന്റെ അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 5 അള്ളാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്ന അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. പ്രത്യേകം ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. 12-ാം പേജില് 5-ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. 3, എന്ത് ചൊല്ലണമെന്ന് ഇതാ. ഭക്ഷണം കഴിക്കുന്നതിന് തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. അതും 12-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് 13-ാം പേജിൽ പ്രത്യേകം ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി അദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അത് എഴുതി പഠിക്കണം കുട്ടികൾ. 4-ാമത്തെ എന്ത് ചെയ്യണമെന്നില്ല. ഭക്ഷണം താഴെ വീണാൽ അത് 13-ാമത്തെ പേജിലുണ്ട്. ഭക്ഷണം താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. ഇനി 2-ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. അതും 13-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഏതാ? നമ്മുടെ അയൽവാസികൾ ആരാണ്? നമ്മുടെ അയൽവാസികൾ ആരാണ്? 7-ാമത്തെ പേജില് പേജ് നമ്പർ 7 കൊടുത്തിട്ട് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ. 2, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ പണ്ഡിതൻ ആര്? അതും പേജ് നമ്പർ 7 അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു.
മൂന്നാമത്തെ ചോദ്യം, ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? കുടുംബക്കാരുടെ പാഠം എടുത്ത് കുടുംബക്കാരെ കുറിച്ച് പറയുന്ന ഒരു പാഠമുണ്ട്. ആ പാഠത്തില് അഥവാ 4-ാമത്തെ പേജില് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇനി 6-ാമത്തെ സാരമേത അർത്ഥമേത. അത് 9-ാമത്തെ പേജിലുണ്ട്. പ്രത്യേകം ബോക്സ് ഇട്ട് കൊടുത്തിന്. ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഉ ജാറു ജാഇഉൻ ഇലാ ജംബി. അതിനർത്ഥം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല. 7-ാമത്തെ 1 വീതം വീതം കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ. കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ. അവിടെ 4-ാമത്തെ പേജില് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇത്, ആയുസ് കൂടും, റിസ്ക് വിശാലമാകും, സ്വർഗത്തിൽ കിടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. 2, കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്തണം, അത് പേജ് നമ്പർ 5 പറയുന്നുണ്ട്. അതില് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബക്കാരെ സൽക്കരിക്കുക. പിന്നെ 3-ാമത്തെ അയൽവാസികളുടെ കടമകൾ. അയൽവാസിയോടുള്ള കടമകള് പ്രത്യേകം ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 8-ാമത്തെ പേജിൽ. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. 4, അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകള് അത് 10-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സൽക്കരിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം, അവര് മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. ഇനി അതിഥിയോട് കാണിക്കേണ്ട മര്യാദകള് 1, വീട്ടുകാര്, അതും 10-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് അതിന്റെ ഉത്തരം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 10-ാമത്തെ പേജില് വിരുന്നിന്റെ മര്യാദകള് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2 കാര്യം അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബാക്കിയുള്ളത് അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളുമാണ്. അപ്പോ ഈ രീതിയിലുള്ള ചോദ്യ പേപ്പറാണ് നാളെ ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.